പാലക്ക് കൊണ്ട് മുളക് കൂട്ടൽ അല്ലെങ്കിൽ പൊരിച്ചെറി എന്നും പറയാം. അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ചീനച്ചട്ടിയിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കിയ പാലക്കാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുക. ഇതുപോലെ എണ്ണയിൽ വഴട്ടുകയാണെങ്കിൽ പാലക്കിൻ്റെ പച്ച കളർ അതുപോലെ തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ സ്വാദിനാവശ്യമുള്ള ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ സമയത്ത് ഉഴുന്നുപരിപ്പും ചുമന്ന മുളകും കരിവേപ്പിലയും കൂടെ നന്നായിട്ട് വറുത്ത് തണുക്കാനായിട്ട് വയ്ക്കുക. പാലക്ക് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിൻ്റെ ഏകദേശം 1/4 ഭാഗം പാലക്കെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച ആ പേസ്റ്റ് പാത്രത്തിലേക്ക് പകർന്ന് ആവശ്യത്തിനുള്ള ശകലം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്ക് അരപ്പും കൂടെ തയ്യാറാക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് നന്നായിട്ട് തണുത്ത് കാണും. അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. കളറ് പച്ച കളറിൽ തന്നെ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുമന്ന മുളകിൻ്റെ അളവ് കുറച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുക. തേങ്ങയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തുമരപ്പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് വേവിച്ച് ഇതുപോലെ ഉടച്ചെടുക്കുക. ഈ കൂട്ടും കൂടെ പാലക്കിൻ്റെ കൂട്ടിൽ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിനുള്ള താളിപ്പിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ചുമന്ന മുളകും കരിവേപ്പിലയും ചേർത്ത് ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് മൂപ്പിക്കുക. ഇഷ്ടമുള്ളവർക്ക് ശകലം ഉഴുന്നുപരിപ്പും ചേർക്കാം. താളിപ്പ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തിളച്ച് വരുന്ന മുളക് കൂട്ടലിലേക്ക് താളിപ്പ് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുകയാണെങ്കിൽ പാലക്ക് മുളക് കൂട്ടൽ റെഡിയാകും. ചെമ്പൂരിലുള്ള അന്നമിത്ര ക്ലൗഡ് കിച്ചണിൽ നിന്നാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്.